എന്നും ചൂടേറിയ ചർച്ചയാണ് പെട്രോളിൻ്റെ വില വർധനവ് എന്നത്. എന്നാൽ നമുക്ക് നോക്കാം പെട്രോളിന് എങ്ങനെയാണ് വില കൂടിയിട്ടുള്ളതെന്ന്. 2015 1 ലിറ്റർ പെട്രോളിന് 50 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് 2025 1 ലിറ്റർ പെട്രോളിന് 110 രൂപയാണ്. ഏകദേശം ഇരട്ടിയോളമാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. ഇതിനെ എക്കണോമിക്സിൽ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവിടെ നമുക്ക് നോക്കാം, 2015 നമ്മൾ 100 രൂപ കൊടുത്തായിരുന്നെങ്കിൽ നമുക്ക് 2 ലിറ്റർ പെട്രോൾ കിട്ടിയേനെ. എന്നാൽ 2025 നമ്മൾ 100 രൂപ കൊടുത്താൽ 2015 കൊടുത്ത അതേ 100 രൂപ കൊടുത്താൽ ഇന്ന് നമുക്ക് കഷ്ടി 1 ലിറ്റർ പെട്രോളാണ് കിട്ടുക. അതായത് അന്ന് നമ്മൾ 100 രൂപ കൊടുത്ത് 2 ലിറ്റർ മേടിച്ചപ്പോൾ ഇന്ന് നമ്മൾ 100 രൂപ കൊടുത്ത് 1 ലിറ്റർ മേടിക്കുന്നുവെങ്കിൽ നമ്മളുടെ 100 രൂപയുടെ വാല്യൂ പകുതിയായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇവിടെ മണിയുടെ വാല്യൂ കുറഞ്ഞിരിക്കുന്നു, പ്രൈസ് ഇരട്ടിയായിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം പർച്ചേസിംഗ് പവറിന് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മണി വാല്യൂ പകുതിയായി, പ്രൈസ് ഇരട്ടിയായി. അതിനർത്ഥം 50 രൂപയുടെ പർച്ചേസിംഗ് പവർ ഇപ്പോൾ അതിൻ്റെ പകുതിയായി എന്നാണ്. ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ ഏതൊരു വസ്തുവിൻ്റെ ആണെങ്കിലും പ്രൈസ് കൂടുകയും നമ്മളുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ കുറയുകയും, അതായത് നമ്മുടെ പണത്തിൻ്റെ വാല്യൂ കുറയുകയും ചെയ്യുക എന്നാണ് അതിനർത്ഥം. അപ്പോൾ മറന്നു പോരുത്, ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമ്മളുടെ കയ്യിലെ പണത്തിൻ്റെ വാല്യൂ കുറയുന്നു, പർച്ചേസിംഗ് പവർ കുറയുന്നു, പക്ഷേ പ്രൈസ് മാത്രം കൂടുന്നു. താങ്ക് യു.